എപ്പോഴും പ്രശ്നത്തെ നോക്കി ഈശോയെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. ഈശോയെ എപ്പോഴും നമ്മൾ വലുതാക്കി പറയണം, മറ്റുള്ളവർ മുമ്പിൽ ഏറ്റു പറയണം. ഇതൊരു ബൈബിളിൽ എപ്പോഴും കിടക്കുന്ന കാര്യമാണ്. ഒന്ന് നമ്മൾ വിശ്വസിക്കണം, ഈശോയ്ക്ക് നമ്മൾ രക്ഷിക്കാൻ കഴിയും വിശ്വസിക്കണം, എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിക്കണം. ഈ വിശ്വാസത്തിനെതിരെ പിശാചാണ് സംശയമുണ്ട്. നീ പാപിയല്ലേ, നീ നേരത്തെ എന്തൊക്കെ പാപം ചെയ്ത വ്യക്തിയാണ്, നിന്നോട് പ്രാർത്ഥന ദൈവം, അതെ ഈ വചനം കേട്ട ശേഷം നീ പാപം ചെയ്തില്ല, തെറ്റില്ലേ, നിനക്ക് ദേഷ്യമില്ലേ, അല്ലെ നിന്റെ സ്വഭാവം ആർക്കും ഇഷ്ടമുള്ളതാണ്, ഇതൊക്കെ വെച്ചോണ്ട് പ്രാർത്ഥന ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. ഇങ്ങനെ പിശാച് തെറ്റായി ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കാൻ നമ്മളെ ദൈവത്തിൽ അവൻ അകറ്റിക്കൊണ്ടിരിക്കും. ഈശോ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എന്തായിരിക്കുന്ന അവസ്ഥയാണോ അത് ഈശോയോട് പറഞ്ഞാൽ മതി. കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഞാൻ ദേഷ്യക്കാരനാണ്, ഞാൻ വീണ് പോകുന്നു, നീ എല്ലാം കാണുന്നു, എന്നെ സഹായിക്കണമേ. ഈശോയ്ക്ക് നിഷ്കളങ്കമായ തുറവി വേണ്ട, അല്ലാതെ ഞാൻ എന്തോ ഭയങ്കര ആത്മീയ വ്യക്തിയെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ വേണ്ട. നമ്മൾ എന്താ പച്ചായ മനസ്സ് ഈശോയ്ക്ക് തുറന്നു, കർത്താവേ ഞാൻ ഇതാ ഞാൻ, കർത്താവേ ഇതാ എന്നെ സ്വീകരിക്കണേ, അങ്ങനെ പറഞ്ഞാൽ ഈശോ ഇറങ്ങി. അവിടെ കാപട്യമില്ലാതെ തുറവിയുള്ള ഹൃദയത്തിൽ ഈശോ പ്രവർത്തിക്കുന്നതിന് ചെയ്യും. ഒരു കുഞ്ഞു മനസ്സോടെ, കൊച്ചിന്റെ മനസ്സോടെ മതി. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കണം. ഇന്ന് അനേകം മക്കൾക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, ഒരു നോവേനയ്ക്ക് പോകും, ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കും, ഒരു അച്ഛൻ്റെ കയ്യൊപ്പ് മേടിച്ച അനുഗ്രഹം കിട്ടുന്നതിന്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന ഈശോ കേൾക്കുമെന്ന് ഇന്ന് അനേകം പേർക്കും വിശ്വാസമില്ല. കാരണം ഇപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയണം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതാ ഞാൻ ബ്രദറാണ്, എൻ്റെ ഫോൺ നമ്പർ തരുമോ, എന്നെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ കൗൺസിലിലേക്ക് വരുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ഈ ഒരു വിശ്വാസം നമുക്ക് ഇല്ല, ഇന്ന് സാധാരണ ജനങ്ങൾക്കില്ല. മറ്റുള്ളവർ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുമെന്നുള്ള വിശ്വാസം ഇന്ന് പള്ളിയിൽ പോകുന്നവർക്കും കുർബാനയ്ക്ക് പോകുന്നവർക്കും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ടത് ഇതാണ്, നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ തടയുന്നത് പാപത്തെക്കാട്ടിലും കൂടുതൽ നമ്മുടെ അവിശ്വാസമാണ്. അപ്പം ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വായ്ക്കും കൊടുക്കുന്ന സാത്താൻ ആ ദൈവം പറഞ്ഞ കാര്യത്തെ അവിശ്വസിക്കാൻ വേണ്ടി വേറൊരു രീതിയിൽ പറഞ്ഞ് അവരെ വേറൊരു തലത്തിലേക്ക് നയിക്കുക, അവിശ്വസിക്കുക. അപ്പം ഈശോ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അതിന് നമ്മളെ ഓരോരുത്തരെയും നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് നമ്മളെ വളർത്തുവാൻ ഈശോ മാധ്യമത്തിലൂടെ ഒരു ബ്രദറിനെ തന്ന് അല്ലെ കൗൺസിലിംഗ് ചെയ്ത് നമ്മളെ ചില ജീവിത അനുഭവങ്ങളിലൂടെ കൂടി നമ്മളിപ്പോൾ ആയിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ദൈവം നമ്മളെ മുന്നോട്ട് കയറ്റാൻ ചിലവരെ ഉപയോഗിക്കുന്നു. ആ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ എപ്പോഴും നമുക്ക് ആശ്രയിച്ച് പോകാൻ സാധിക്കത്തില്ല. അവർ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരും, അവരെ ദൈവം നടത്തിയത് എങ്ങനെയാന്ന് നമുക്ക് പറഞ്ഞു തരും. പക്ഷേ എൻ്റെ അനുദിന ജീവിതത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഇനി വരുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ മുന്നോട്ട് പോകുന്നത് എൻ്റെ വിശ്വാസത്തിന്റെ ബലത്തിലാണ്. അതാ ഈശോ പറഞ്ഞത്, കർത്താവാം യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നല്ല പറഞ്ഞത്, നീ വിശ്വസിക്കുക. കർത്താവ് യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ. അപ്പോൾ ആദ്യം വേണ്ട ഒരു വ്യക്തിക്ക് വേണ്ടതാണ് ഈ ഒരു മേഖല വിഷയം. ഈശോയ്ക്ക് എന്നെ രക്ഷിക്കുവാൻ കഴിയും. അങ്ങനെ കഴിയണമെങ്കിൽ എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം ശ്രവിക്കുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. അപ്പം നമ്മുടെ ചിന്താമണ്ഡലത്തിൽ തിന്മ കൊണ്ടിട്ട് നീ പാപിയാണ്, നീ നേരത്തെ പാപം ചെയ്തു, ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല, നീ ഇപ്പോൾ കുമ്പസാരി ചൊരുങ്ങിയിട്ടില്ല. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈശോ പറയുന്നത് എന്താണ്? കുമ്പസാരി ചൊരുങ്ങി എല്ലാ ദിവസം പള്ളിയിൽ പോകുന്നവരെ വിളിക്കാൻ ഞാൻ വന്നു എന്നല്ലല്ലോ പറയുന്നത്. ഈശോ പറയുന്നതാണ്, ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല, പാപിയെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, വിശുദ്ധിയുള്ള ഒരു വ്യക്തിയല്ല. അപ്പൊ ഒറ്റ കാര്യം നമ്മൾ സമ്മതിച്ചാൽ, ഈശോയെ എനിക്ക് കുറവുള്ളവരാണ്, അത് സമ്മതിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അല്ലാതെ നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങിയ കാരണമല്ല നമ്മളുടെ പ്രാർത്ഥന കേൾക്കും, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈശോ നമ്മളെ സ്നേഹിക്കുന്നു. അപ്പൊ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ അവസ്ഥയിൽ പ്രാർത്ഥിച്ചാൽ ഹൃദയം തുറന്ന് പറഞ്ഞ് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈ വിശ്വാസം ഇന്ന് അനേകം മക്കൾ നമ്മൾ ആർക്കും തരുന്നില്ല, ഈശോയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നില്ല. ഞാനിപ്പോൾ ഈ പറയുന്നത് എന്നിലേക്കല്ല നിങ്ങളെ അടുപ്പിക്കുന്നത്, ഈശോയിലേക്കാണ് നിങ്ങളെ അടുപ്പിക്കുന്നത്. അതാണ് ക്രിസ്തു ശിഷ്യൻ ഈശോയുടെ വചനം പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരായി നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. ഞങ്ങളുടെ അടുത്തൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ പ്രത്യേകത എന്നറിയോ? ധ്യാന കേന്ദ്രത്തിലെ ഫോൺ നമ്പർ മുഴുവനും വാങ്ങിച്ചു വെച്ചേക്കുക.
വീട്ടിൽ മക്കൾക്ക് ഒരു പ്രശ്നം വന്നു, അന്നേരം അടുത്ത ധ്യാനകേന്ദ്രത്തിലോട്ട് വിളിക്കും, ഇന്ന ധ്യാനകേന്ദ്രത്തിലോട്ട് വിളിക്കും. ഇത് വിളിക്കുന്ന തെറ്റാതല്ല. ഈ ചേച്ചിയുടെ വിശ്വാസം മുഴുവനും കിടക്കുന്ന എവിടെയാണെന്നറിയോ? ധ്യാനകേന്ദ്രത്തിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ടല്ലോ. ഒരു പെൺകൊച്ച് ഒരു ബ്രദറിനെ വിളിച്ചു. എന്നിട്ട് ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ എന്റെ കല്യാണം നടക്കുന്നില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് നാളെ ബ്രദറിന് പറ്റുമെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ബ്രദർ ഓർത്തു, ഈ മകൾക്ക് വേണ്ടിയല്ലേ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ബ്രദർ രാവിലെ തൊട്ട് ഉച്ച വരെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉച്ച കഴിഞ്ഞപ്പോ ഈ കൊച്ചു വിളിച്ചു. അപ്പൊ ബ്രദർ സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ചോദിച്ചു, ഈ രാവിലെ മുതൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോ ക്ഷീണം വല്ല ഉണ്ടായോ, കുട്ടിക്ക് ക്ഷീണം വല്ല ഉണ്ടായെന്ന്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഉപവസിച്ചില്ല. അപ്പൊ ബ്രദർ ചോദിച്ചു, എന്നോട് ഉപവസിക്കാൻ പറഞ്ഞ? അല്ല, ബ്രദർമാരാകുമ്പോ ഉപവസിച്ച് നല്ല ശീലമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പം എന്ന് പറയും, നമ്മൾ ഏതെങ്കിലും വ്യക്തികളെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോകുന്നല്ലാതെ നമ്മുടെ അനുദിന ജീവിത യാത്രയിൽ നമുക്ക് യഥാർത്ഥ വിശ്വാസം ഇല്ലാത്ത ചില വ്യക്തികളെ ദൈവം നമുക്ക് വളർത്തുവാൻ, തളർന്നു പോകുമ്പോൾ ശക്തിപ്പെടുത്തുവാൻ ചില വ്യക്തികളെ നമുക്ക് തരും. ആ വ്യക്തിയെ അല്ല ഞാൻ കെട്ടിപ്പിടിക്കേണ്ടത്, ഞാൻ പോകേണ്ടത് ഈശോയിലേക്കാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഞാൻ എൻ്റെ ഈശോയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനൊരു സ്റ്റെപ്പ് വെച്ചാൽ ആ സ്റ്റെപ്പിന് ഈശോ അനുഗ്രഹിക്കും. കാരണം ഈ കാലഘട്ടത്തിൽ അനേകം മക്കള് നശിച്ചു പോകുന്നുണ്ട്. ആ സ്റ്റെപ്പിനെ അനുഗ്രഹിക്കുന്നത് നമ്മൾ വിശ്വസിക്കണം. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലോ? അതുകൊണ്ടാണ് യാക്കോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, സംശയ മനസ്സുള്ളവനും ചഞ്ചല പ്രകൃതിയുമായ ഒരുവൻ എന്തെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ഒരു വ്യക്തി സംശയിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അപ്പൊ വിശ്വാസത്തിനെതിരെയുള്ള പാപം എന്ന് പറയുന്നത് സഭ പഠിപ്പിക്കുന്നു സംശയമാണ്. ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ പ്രാർത്ഥന, വിശ്വാസത്തിനെതിരെയുള്ള പാപം, ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ, എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ, ഞാൻ ഈ വിഷയത്തിൽ ആ ബ്രദർ പ്രാർത്ഥിച്ച കേൾക്കും. ഇതാണ് നമ്മുടെ ഇല്ല, എൻ്റെ ഈശോ എന്നെ ഉപേക്ഷിക്കും. ഈശോ കൊടുത്തത് നമുക്ക് തന്നിരിക്കുന്ന ഈശോയുടെ വിലയാണ്. അതുകൊണ്ട് ഈശോ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒന്നാമത്തെ കാര്യമാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈ കാര്യത്തിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഈ വിശ്വാസം ഇന്ന് ഒത്തിരി പേർക്കില്ല. പോയി 7 ദിവസം നോവേന കൂടിയാൽ ആ പ്രാർത്ഥനയിൽ ഈശോ ചിലപ്പോൾ പ്രവർത്തിച്ചേക്കും. ഇന്ന കാര്യങ്ങൾ ഇന്ന ബ്രദറിനോട് വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ കാര്യം നടക്കും. പക്ഷെ എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുമെന്ന് എന്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല? ഇന്ന് നമ്മൾ ഓരോരുത്തരും ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തരും വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവര് അവരേതെങ്കിലും ധ്യാന കേന്ദ്രത്തിലോട്ട് വിളിച്ചു പറഞ്ഞിട്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഈശോ അവരോടും കേട്ടോ. ആ വിശ്വാസത്തെയാണ് അഭിഷേകം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും വരുമ്പോൾ ഈ പ്രശ്നത്തിന്റെ നോക്കി നമ്മള് നെഗറ്റീവ് പറയരുത്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈ പ്രശ്നം കൊണ്ട് ഞാൻ തീർന്നു പോയി, ഈ പ്രശ്നം കൊണ്ട് ഞാൻ തകർന്നു പോയി, ഈ പ്രശ്നത്തെ രക്ഷിക്കാൻ എനിക്കില്ല. എപ്പോഴും പ്രശ്നത്തെ നോക്കി ഈശോയെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. ഈശോയെ എപ്പോഴും നമ്മൾ വലുതാക്കി പറയണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറയണം. അതുകൊണ്ട് ബൈബിളിൽ എപ്പോഴും കിടക്കുന്ന കാര്യമാണ്, ഒന്ന് നമ്മൾ വിശ്വസിക്കണം, ഈശോയ്ക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കണം, എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിക്കണം. ഈ വിശ്വാസത്തിനെതിരെ പിശാചാണ് സംശയം കൊണ്ട്, നീ പാപിയല്ലേ, നീ നേരത്തെ എന്തൊക്കെ പാപം ചെയ്ത വ്യക്തിയാണ്, നിന്നോട് പ്രാർത്ഥിച്ച ദൈവം, അത് ഈ വചനം കേട്ട ശേഷം നീ പാപം ചെയ്തില്ലേ, തെറ്റി വീണില്ലേ, നിനക്ക് ദേഷ്യമില്ലേ, അല്ല നിന്റെ സ്വഭാവം ആർക്കെങ്കിലും ഇഷ്ടമുള്ളതാണോ, ഇതൊക്കെ വെച്ചോണ്ട് പ്രാർത്ഥിച്ച ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുമോ? ഇങ്ങനെ പിശാചൻ തെറ്റായി ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കാൻ നമ്മളെ ദൈവത്തിൽ നിന്ന് അവൻ അകറ്റിക്കൊണ്ടിരിക്കും. ഈശോ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എന്തായിരിക്കുന്ന അവസ്ഥയാണോ അത് ഈശോയോട് പറഞ്ഞാൽ മതി. കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഞാൻ ദേഷ്യക്കാരനാണ്, ഞാൻ വീണു പോകുന്നു, നീ എല്ലാം കാണുന്നു, എന്നെ സഹായിക്കണമേ. ഈശോയ്ക്ക് നിഷ്കളങ്കമായ തുറവിയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ എന്തോ ഭയങ്കര ആത്മീയ വ്യക്തിയാണ് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ വേണ്ട. നമ്മൾ എന്താണ് പച്ചയായ മനസ്സ് ഈശോയുടെ മുമ്പിൽ തുറന്നു, കർത്താവേ ഞാൻ ഇതാ ഞാൻ, കർത്താവേ ഇതാ എന്നെ സ്വീകരിക്കണേ, അങ്ങനെ പറഞ്ഞാൽ ഈശോ ഇറങ്ങി. അവിടെ കാപട്യമില്ലാതെ തുറവിയുള്ള ഹൃദയത്തിൽ ഈശോ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഒരു കുഞ്ഞു മനസ്സോടെ, കൊച്ചിന്റെ മനസ്സോടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വിശ്വസിക്കുക. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുകയാണ്, ഇങ്ങനെ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ഈശോയിൽ ശരണപ്പെടുക. അപ്പോൾ ഞാൻ ഇതിന്റെ 2 ഉദാഹരണം പറയാം. ആദ്യം പറഞ്ഞതിന്, അതായത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളതിന് 2 ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം, അപ്പനും അമ്മയും അവരുടെ 2 മക്കളെ, ഒരു വ്യക്തിക്ക്, ഒരു കൊച്ചിന് ഇപ്പം 12 വയസ്സുണ്ടെന്ന് വിചാരിക്കും, ഒരു കൊച്ചു ഇളയതാണ്. ഈ പിള്ളേരെ അടുത്ത വീട്ടിലാക്കിയിട്ട് ഇവർ എറണാകുളത്തേക്ക് പോകുന്നു. ഇപ്പോഴല്ല കേട്ടോ, വണ്ടികളൊക്കെ കുറവുള്ള സമയത്ത്, കുറെ കാലഘട്ടം മുമ്പുള്ള. അവർ പോയിട്ട് അന്ന് വരാൻ സാധിച്ചില്ല. അപ്പൊ അവർ അടുത്തുള്ള വീട്ടിലാക്കിയപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ, ആ വീട്ടിൽ നിന്ന് സന്ധ്യയായപ്പം അവരുടെ സ്വന്തം വീട്ടിലേക്ക് പിള്ളേർക്ക് പോകുന്നു. എന്നിട്ട് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഒരു കൊച്ചിന്റെ കാലിന് അരയ്ക്ക് താഴേക്ക് ഇങ്ങനെ തളർന്നു പോയിട്ട് കാൽ പിരിഞ്ഞു പോയി.
ഇളയ കൊച്ച് അടുത്തിരുന്നു. അപ്പം അമ്മയും അപ്പനും എറണാകുളം പോയി. അന്ന് വൈകിട്ട് വന്നില്ല. അവർ വന്ന വഴിക്ക് അവിടെ ഒരു റൂം എടുത്ത് താമസിച്ചു. ബസ് കിട്ടിയില്ല. അവർ വന്നു. പിറ്റേ ദിവസം ആ ഭർത്താവ് ശുശ്രൂഷയ്ക്ക് പോകുന്നു. അവിടുന്ന് ഭാര്യ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ അടുത്ത വീട്ടിൽ ചെന്ന് ചോദിച്ചു മക്കൾ എന്തി. അപ്പൊ അവർ പറഞ്ഞു ഇന്നലെ വൈകിട്ട് പോയത്, അവർ വന്നില്ലെന്ന് അടുത്തുള്ള വീട്ടുകാർ പറഞ്ഞു. അപ്പൊ അമ്മ വീട്ടിൽ വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഒരു കൊച്ചിങ്ങനെ കിടക്കുകയാണ്, കിടന്നിട്ട് അടുത്തിരിക്കുന്നു. അമ്മ എന്നെ ചെയ്തു, ഈ ഭർത്താവ് ശുശ്രൂഷയ്ക്ക് പോയി അവിടുന്ന്. അമ്മ പെട്ടെന്ന് തന്നെ കിട്ടിയൊരു വണ്ടി കയറി അടുത്തുള്ള ആശുപത്രി ചെന്നപ്പം അവിടെ ഡോക്ടറില്ല. അതിന്റെ അപ്പുറത്ത് ചെന്നപ്പോൾ ഡോക്ടറില്ല. അങ്ങനെ വണ്ടിക്ക് പോയിട്ട് അമ്മ രാവിലെ പോയി. അമ്മ വൈകിട്ട് സന്ധ്യ ആയപ്പോഴത്തേനും കൊച്ചിനെ കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. ആ സമയത്ത് 8 മണിയായപ്പം ഭർത്താവ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് വന്നു. നോക്കിയപ്പം ഈ കുഞ്ഞിന്റെ കാലിങ്ങനെ പിരിഞ്ഞ ഈ അവസ്ഥ ഇരിക്കുകയാണ്. അവർ ഡോക്ടറെ കാണാൻ പോയി, നടന്നില്ല. ഇവരെന്ത് ചെയ്തു, വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കുഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ ഇവർ കിടന്നല്ലോ എന്ന് ഓർത്തത് ആ ശുശ്രൂഷ ചെയ്ത വ്യക്തിക്ക് വിഷമം ഉണ്ടായി. ആ വിഷമത്തിന് ഇവരെന്തിനോ വൈകിട്ട് ഇവർ കുളിയെല്ലാം കഴിഞ്ഞ് കൊച്ചിനെ നടുക്ക് കിടത്തിട്ട് 2 സൈഡിൽ ഇരുന്ന് വൈകിട്ട് 8:30 മുതൽ രാത്രി 11:30 വരെ, രാത്രി 8:30 മുതൽ 11 വരെ അവർ രണ്ടുപേരും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ജപമാല ചൊല്ലി ഇന്നത് വേണോന്നൊന്നും പറഞ്ഞല്ല, ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അവര് ഈ കൊച്ചിന്റെ അവസ്ഥ നോക്കിയിട്ട് കൊച്ചിനെ സുഖപ്പെടുത്തണമെന്നും പ്രാർത്ഥിക്കില്ല, ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ ജപമാലയിൽ പഠിക്കാം. അപ്പോൾ 11:30 ആകാറായപ്പോഴത്തേനും മുറിക്കകത്തേക്ക് ഭയങ്കര ഒരുപാട് ട്യൂബ് ലൈറ്റ് തെളിച്ചാൽ എങ്ങനെ ഒരു വെളിച്ചം വരുമോ അതുപോലെ വെളിച്ചം തന്നെ വന്നു. ഇവര് ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിച്ചില്ല, ഒരു ബ്രദർ, ഇവര് തന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ പ്രാർത്ഥിക്കുമ്പോഴത്തേനും വെളിച്ചം ഇറങ്ങി വരികയും ഇവർ പ്രത്യേക അവസ്ഥയിലെത്തി. അപ്പം ഡോറിന്റെ ലോക്ക് തുറക്കുന്ന ഒച്ച കേട്ട ഇവർ പെട്ടെന്ന് ആ അവസ്ഥയിൽ നിന്ന് വരുന്നു. നോക്കുമ്പോൾ കൊച്ച് എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പം അവർ വ്യക്തിപരമായി പ്രാർത്ഥിച്ചു. ഇതുകൂടാതെ തമിഴ്നാട്ടിൽ ഈ ഇടം നടന്നൊരു സംഭവം പറയാം. ഒരു ചേച്ചിയുടെ വീട്ടില് ഭയങ്കര ഇരുട്ടും എന്തോ ബുദ്ധിമുട്ടും പ്രകാശം പോലെ ഒരു അസ്വസ്ഥതയില്ല. അപ്പോൾ ആ ചേച്ചി അവരുടെ ഇടവകയിലല്ലാതെ തൊട്ടടുത്തുള്ള ഒരു ഇടവകയിൽ ഒരു അച്ഛനുണ്ട് ഒരു പ്രാർത്ഥിക്കുന്നത്. ആ അച്ഛൻ്റെ അടുത്ത് അച്ഛ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ ആ അച്ഛൻ എന്നാ എഴുതണോ, തമിഴ്നാട്ടിലുള്ള അച്ഛന് പറഞ്ഞു ഞാനൊരു ബ്രദറിന്റെ നമ്പർ തരാം, വിളിക്കാൻ പറഞ്ഞു. ആ ബ്രദറിന് ഈശോയുടെ കൃപയുള്ളത് കൊണ്ട് ആ ബ്രദർ ഈ ചേച്ചി ഈ ബ്രദറിനെ വിളിച്ച സമയത്ത് ബ്രദർ പറഞ്ഞു, നീ വിളിച്ച ആ അച്ഛനോട് പറയുക ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പള്ളിയിൽ തരാൻ പറയുക. എന്നിട്ട് നീ വൈകിട്ട് മുതൽ വെളുപ്പിനെ വരെ ഇരുന്നോളുക. രാത്രിയിൽ ഉറക്കം വന്നാൽ ഉറങ്ങാൻ വേണ്ടി ഇരിക്കരുത്, ഉറക്കം വന്നാൽ നീ ബെഞ്ചെ കിടന്ന് ഉറങ്ങിക്കൊള്ളുക, തിരി കെടാതെ സൂക്ഷിക്കാൻ പറഞ്ഞു, ഈശോയുടെ മുമ്പിൽ ഇരിക്കുക എന്ന് പറയും. അത്രയും മാത്രം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അച്ഛൻ അതേപടി ചെയ്തു. ഈ ചേച്ചി അവിടെ രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി പറയുകയാണ് സ്വർഗത്തിലേക്ക് വന്ന പോലെയാണ്. കാരണം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതാണ് വചനം. ആ ചേച്ചി ചെയ്തത് ഇതാണ്. ഈ ദിവ്യകാരത്തിന് മുമ്പിൽ പോയിരുന്നു. നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ നമുക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെങ്കിലും ഏതെങ്കിലും പള്ളിയിൽ പോയി, പള്ളി തുറന്നു കിടപ്പുണ്ടെങ്കിൽ ആ പള്ളി പോയി വിരി അടച്ചിട്ടേക്കുവാണെങ്കിലും അവിടെ പോയി ഈശോയോട് വിഷമം പറയുക. ഇല്ലെങ്കിൽ ദിവ്യകാരനെ എഴുന്നള്ളിച്ച ചാപ്പലിൽ പോകാൻ പറ്റുമോ, അവിടെ പോയി നിങ്ങളുടെ വിഷമങ്ങൾ പറയുക. ഇല്ലെങ്കിൽ എങ്ങും പോകാൻ പറ്റത്തില്ല, മുറിയിൽ ഒരു ഈശോയുടെ രൂപത്തിൽ തിരികെ എത്തിച്ചു വെച്ച് അവിടെ നിന്ന് നിങ്ങളുടെ ദുഃഖങ്ങൾ പറയുക. ഈശോയിലേക്ക് നമ്മൾ ചെല്ലുക, ഈശോ നമ്മളെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ ആദ്യം എപ്പോഴും ഒരു ബ്രദർ കാണിക്കുന്നത് വിളിച്ച് നമുക്ക് പോകാൻ പറ്റും, നമ്മളെ ബലപ്പെടുത്തും. ചില പ്രതിസന്ധികൾ നമ്മളെ കരകയറാൻ ഈശോ. പക്ഷേ നമ്മൾ ഓരോരുത്തരും പോകുന്ന നമ്മുടെ വ്യക്തിപരമായ ദൈവാശ്രയത്തിലാണ്. ഓരോ വ്യക്തി ശുശ്രൂഷകനാകുന്നതും അവന്റെ വ്യക്തിപരമായ ദൈവാശ്രയത്തിൽ മാത്രമേ ഉള്ളൂ. ചില വഴികൾ നമുക്ക് പറഞ്ഞുതരും, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞുതരും. ഒരു വ്യക്തിക്ക് മരം കയറ്റാൻ ആഗ്രഹമില്ല, മരം കയറാൻ ആഗ്രഹമില്ലാതെ അവനെ ഉന്തി കയറ്റി എങ്ങനെ ഇരിക്കും, അവൻ കയറത്തില്ല എന്ന് പറയുന്നത്. ഈ ഒരു മീഡിയ വഴി നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ജനിപ്പിക്കുവാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെന്നൊക്കെ ഓരോ വ്യക്തികളിലൂടെ ഈശോ നിങ്ങളോട് സംസാരിക്കുന്നു. ആ ആഗ്രഹം നിങ്ങൾക്കുണ്ടാകണം. 2, ഈശോയിൽ വിശ്വസിക്കണം. രണ്ടെണ്ണം, ഇതിലെല്ലാം ഉണ്ടാകാൻ ഏത് പ്രതിസന്ധി വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിലനിൽക്കുവാൻ ഈശോയിൽ ശരണപ്പെടുക. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഈശോയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിക്കുക. അതിന് ഉദാഹരണമായിട്ട് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. അവർ രണ്ടുപേരും വ്യക്തിപരമായി ഈശോയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ. ഇനി രണ്ടാമതാണ്, ഈ ഈശോയിൽ നമ്മൾ ശരണപ്പെടണം. ഈശോയിൽ എത്ര പ്രതിസന്ധികളെയും പല വ്യക്തികളും ചെയ്യുന്നത്, പ്രതിസന്ധികളും വേദനകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ആ പ്രശ്നത്തെയാണ് അവർ വലുതായിട്ട് കാണുന്നത്, അല്ലാതെ അതിൽ നിന്ന് രക്ഷിക്കുന്ന ഈശോയെ അല്ല കാണുന്നത്. യെശയ്യാ 59:1-2 രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഈശോയ്ക്ക് രക്ഷിക്കാൻ സാധിക്കും. നമ്മൾ എന്താണോ വിശ്വസിക്കുക, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ എന്താ വിശ്വസിക്കുന്നത്, നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ ജായറോസിന്റെ വീട്ടിലേക്ക് ഈശോ പോവുകയാണ്. ജായറോസിന്റെ വീട്ടിലേക്ക് ഈശോ പോകുമ്പോൾ ജായറോസ് വന്ന് പറയുകയാണ്, എൻ്റെ കുഞ്ഞ്
ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണ്. അപ്പൊ കുഞ്ഞിനെ വന്ന് അപ്പൊ ജായറോസ് പറയും, നീ എൻ്റെ വീട്ടിൽ വരണം, ആ കുഞ്ഞിന്റെ കയ്യെ പിടിക്കണം, എന്നിട്ട് നീ പറയണം സുഖപ്പെടുമെന്ന് പറയണം. ഇതാണ് ജായറോസ് പറയുന്നത്. അപ്പൊ ഈശോ പറഞ്ഞു, ശരി ഞാൻ വരാം. അങ്ങനെ ജായറോസിന്റെ വീട്ടിലേക്ക് ഈശോ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര മധ്യ വേറൊരു കാര്യം ഈശോ ആ വചനത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മിക്സ് ചെയ്തിരിക്കുന്നതാണ്, 12 വയസ്സുള്ള കൊച്ചിനും അസുഖം വന്നെന്ന് പറഞ്ഞാണ് ജായറോസ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ വൈദ്യന്മാർ സുഖപ്പെട്ടിട്ട് 12 വർഷമായ ഒരു രോഗിയുടെ കാര്യം ചേർത്ത്, അതാണ് രക്തസ്രാവക്കാരി സ്ത്രീ. അവള് വിശ്വസിക്കുന്നത് ഇതാണ്, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ മതി ഞാൻ സൗഖ്യം പ്രാപിക്കും. ജായറോസ് വിശ്വസിക്കുന്നത് എന്താണ്? ഈശോ എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ കൊച്ചിന്റെ കയ്യെ പിടിക്കണം, ഇങ്ങനെ പറയണം. അതാണ് ജായറോസ് വിശ്വസിക്കുന്നത്. പക്ഷെ ജായറോസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെ ഈ വചനം അതിന്റെ ഇടയ്ക്ക് ആ ജായറോസിന്റെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞാൽ മതി, പക്ഷെ അതിന്റെ ഇടയ്ക്ക് കയറ്റി ഈ രക്തസ്രാവക്കാരിയുടെ സ്ത്രീയുടെ പറഞ്ഞേക്കാണ്. അവള് വിശ്വസിക്കുന്നത് വസ്ത്രത്തിൽ തൊട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിലൂടെ ഈശോയ്ക്ക് വരാൻ സാധിക്കും. ഞാൻ ഈ വീട്ടിൽ ഇന്ന് രാത്രിയിൽ ഈശോയെ നിന്റെ മുമ്പ് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കും, നീ ഈ പ്രശ്നത്തിൽ നീ ഇടപെടണം, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്നൊരു വ്യക്തി പറഞ്ഞാൽ അവിടെ ഈശോ ഇടപെടും. അവൻ വാശി പിടിച്ച പ്രാർത്ഥിക്കുന്നത്, അവന്റെ ആ വാശി പിടുത്തിൽ ഈശോ വരും. കാരണം നമ്മളിപ്പോ പറയും, അയ്യോ ഈ പ്രശ്നം ഇങ്ങനെയല്ലേ, ഇത് ആര് രക്ഷിക്കുക, എന്നെ എന്റെ ദൈവമേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഹോസിയയുടെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, ഇതുവരെ ഓർക്കാത്തൊരു വചനം പെട്ടെന്ന് വരുന്നതാണ്, അവർ എന്നെ വിളിച്ച് കരയേണ്ടതിന് പകരം കിടക്കയിൽ വീണ് വിലപിക്കുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ ഹോസിയ 14:7 തോന്നുന്നു, അവർ എന്നെ വിളിച്ച് കരയേണ്ടതിന് പകരം എന്നെ വിളിച്ച് കരയേണ്ടതിന് പകരം കിടക്കയിൽ വീണ് വിലപിക്കുന്നു. അയ്യോ എനിക്കിത് വന്നു പോയല്ലോ, ഇതിൽ നിന്ന് രക്ഷിക്കാൻ ആരും ഇല്ലല്ലോ, കാരണം ദൈവത്തിൽ ആശ്രയിക്കേണ്ട വ്യക്തി എനിക്ക് ഇങ്ങനെ വന്നു പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവർ കിടന്ന് കരയുന്നു. അപ്പോൾ ഓരോ വ്യക്തി, അതാ ഈശോ പറഞ്ഞത്, 2 വീടുകൾ ഒരുപോലെ ഇരിക്കും. അപ്പുറത്തെ വീട്ടിൽ രോഗമുണ്ട്, അപ്പുറത്തെ വീട്ടിൽ കുടുംബസമാധാനമില്ല, അപ്പുറത്തെ വീട്ടിൽ കടബാധ്യത, പക്ഷെ ഈ 2 വീട് ഒരുപോലെ ഇരിക്കും. പക്ഷെ ഒരു വീട് ഇടിഞ്ഞ് താഴെ പോകും. എന്താണ്? ദൈവാശ്രയമില്ല, പാറയിൽ ഈശോയിലല്ല പണിയുന്നത്, മണൽപ്പുറത്താണ്, അതുകൊണ്ട് അവൻ ഇടിഞ്ഞ് താഴെ പോകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈശോയിൽ ശരണപ്പെടുക. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഇസ്രായേൽ ജനത്തെ തകർക്കുവാൻ വേണ്ടി ശത്രുരാജ്യം കടന്നു വന്ന് ആക്രമിച്ചു കഴിയുമ്പോൾ അവരെല്ലാം പറയുകയാണ്, നമുക്ക് എത്രയും വേഗം വെള്ളമൊന്നും കിട്ടുന്നില്ല, വെള്ളത്തിനെല്ലാം ഒരു ബ്ലോക്കായി. യൂഥത്തിന്റെ പുസ്തകത്തിൽ കാണുന്നത്. അപ്പൊ ഇവരെല്ലാവരും വന്ന് കുടിവെള്ളം അവർ ബ്ലോക്ക് ആക്കി കഴിഞ്ഞപ്പോൾ അവർ പറയാം, എങ്കിൽ മഴ പെയ്തില്ലെങ്കിൽ 5 ദിവസം കൂടി നമുക്ക് നോക്കാം, 5 ദിവസം നോക്കി കഴിഞ്ഞാൽ മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് അവർക്ക് പോയി കീഴ്പ്പെടാം. അപ്പോൾ ഒരു സ്ത്രീ, ഏറ്റവും ബലഹീനായ ഒരു സ്ത്രീ യൂഥത്തെ ഏറ്റവും എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട, ഈശോ നമ്മളെ രക്ഷിക്കും, എനിക്ക് ഈശോ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ അതുപോലെ ചെയ്യും, ഇപ്പൊ നിങ്ങളോട് പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് യൂഥത്ത് ചെയ്യുന്നതാണ് അവള് തലയിൽ ചാരം പൂശി ദൈവത്തിന്റെ സന്നിധി വൈകിട്ടുള്ള ധൂപാർപ്പണ സമയത്ത് പോയി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുക. ദൈവസന്നിധി ഇസ്രായേൽ ജനം മുഴുവനും കാണിച്ചു തരുന്ന ഒരു വഴിയുണ്ട് നമുക്ക് പഴയ നിയമത്തില്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവർ സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കും, കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അതാണ് അഗാധമായ ആശ്രയം. ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ബ്രദറിനെയും കിട്ടിയില്ല, ആരെയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുക, ഈശോയെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല. ആസ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട് പഴയ നിയമത്തിൽ. ആസയുടെ രാജ്യത്തെ തകർക്കുവാൻ വരുമ്പോൾ അവരുടെ സൈന്യം കുറവാണ്, ഇവർ 10 ലക്ഷം പട്ടാളക്കാണ്ട് വരുമ്പോൾ ആസ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനോഹരമായ പ്രാർത്ഥന, കർത്താവേ ബലവാനെതിരെ ബലഹീനെ സഹായിക്കുവാൻ അവിടെ നല്ലാതെ മറ്റാരുമില്ല, അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ എന്താ കരങ്ങൾ നീട്ടുന്നു. കണ്ടോ, അതാണ് ഈശോയെ വലുതായിട്ട് കാണുന്ന വ്യക്തിയിൽ ഈശോ. എൻ്റെ ജീവിതത്തിന് അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഞാൻ എപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ ചില കുഞ്ഞു പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെയെല്ലാം വീട്ടിൽ കുടുംബത്തിലുള്ള വ്യക്തികൾ പറയുമ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ ഈശോയെ ഉയർത്തി പറയും. അങ്ങനെ ഈശോയെ ഞാൻ ഉയർത്തി പറയുമ്പോൾ ഒരിക്കലും ഈശോ എന്നെ അവിടെ നാണം കെടാൻ അവസരപ്പെടുത്തും. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ വീട് വെച്ച് തന്നു. ആ പുതിയ വീട് വെച്ച് തന്നപ്പം ഈ വീട്ടില് കറണ്ടിന്റെ എർത്തുണ്ടായിരുന്നു. ആ എർത്തിലൂടെ ഒത്തിരി കറണ്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോ കറണ്ട് ചാർജ് ആദ്യം വന്നപ്പം 2500 രൂപ അടുത്താണ്ട് വന്നു. അപ്പത്തേനും വീട്ടിലുള്ളവർ പറഞ്ഞു, അയ്യോ കറണ്ട് ചാർജ് ഇത്രയും പോയി എന്നാ ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വീട് തന്ന ആരാ? ഈശോയല്ലേ. ഈ കറണ്ട് ചാർജ് ഇങ്ങനെ വന്നത് ഇത് ഈശോ അറിയാതെ വന്നതല്ലോ, ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇതിന്റെ ബാക്കി കാര്യം നോക്കാൻ ഈശോയ്ക്ക് അറിയാമെന്ന് ഞാൻ അവരുടെ മുമ്പിൽ ഈശോയെ ഉയർത്തി പറഞ്ഞപ്പോൾ എന്താണെന്നോ, ഞങ്ങളുടെ വീട് കാണാൻ വേണ്ടി ഒരു സിസ്റ്റർ ഇതുവരെ വന്നില്ലായിരുന്നു. ആ സിസ്റ്റർ അവിടെ മഠത്തിൽ നിന്ന് മാറുന്ന സമയത്താണ് വീട് കാണാൻ. അപ്പൊ വന്നപ്പോൾ സിസ്റ്റർ എനിക്ക് ഒരു 5000 രൂപ കൊണ്ടി തന്നു. ഇപ്പൊ കറണ്ട് കാശ് അടയ്ക്കാൻ പറ്റി. നമ്മൾ എവിടെ ഈശോയെ ഉയർത്തി പറയുന്നുവോ അതാണ് മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് മുമ്പിൽ ഞാൻ ഏറ്റുപറയും. ഈശോയെ നമ്മൾ എവിടെ ചെറുതാക്കി കാണുന്നു അവിടെ ഈശോ നമ്മൾക്കും അതേ വരും.
നീ പ്രാർത്ഥിക്കുക. ഇപ്പം ഒരു വ്യക്തിക്ക് ഒരു വിശ്വാസമില്ലാതെ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്നു. അപ്പൊ പറയാ, നിനക്ക് ഒരു പ്രശ്നം, നീ ഈശോയുടെ മുമ്പിൽ പോയി ഇരിക്കുക, ഈശോ നിനക്ക് ഉത്തരം തരുമെന്ന് ഒരു വിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുക. ആ മകൻ അതേപടി ചെയ്യുമ്പോൾ പറഞ്ഞ് എന്നെ മാനിച്ച ദൈവം, ഞാൻ നാണം കെടാതിരിക്കാൻ എൻ്റെ ഈശോ എന്നെ സംരക്ഷിക്കും. ഈശോ അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കാരണം ഞാൻ പറഞ്ഞു വിട്ടത് ഒരു ധ്യാന കേന്ദ്രത്തിലേക്കല്ല, ഒരു ബ്രദറിന്റെ അടുത്തേക്കുമല്ല, ഞാൻ എൻ്റെ ഈശോയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടെ. അതാ ഈശോ പറഞ്ഞ, അധ്വാനിക്കുന്ന ഒരു ഭാരം വഹിക്കുന്ന നിങ്ങളെല്ലാം എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മളെ ഇങ്ങനെയൊക്കെ തന്ന് ഈശോ ബലപ്പെടുത്തുന്നില്ല. നമ്മുടെ കുടുംബത്തില് ഒരു വ്യക്തിയെ ഈശോ തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാൻ ഈശോ നമ്മളെ അറിയും. ഇതുപോലെ ഓരോ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ ഈശോ വിളിച്ചവരാണ് ഇന്ന് ശുശ്രൂഷകരായി തീർന്നിരിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തി ജനിച്ചപ്പോഴായിരിക്കും ശുശ്രൂഷകരാണ്. അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയാണ് ഈശോ നയിക്കുന്നത്. എന്തിനാണ് ജീവിത അനുഭവങ്ങൾ തരുന്നത് എന്ന് വെച്ചതാണ് ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചാലും നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുകയെന്ന് പറയുന്നത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. അതാണ് ഈശോ പറഞ്ഞത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിചയം തന്റെ കുരിശുകളും എടുത്ത്. അപ്പൊ കുരിശുകളുണ്ട്, വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്തിനാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്? ദൈവത്തിൽ ആശ്രയിക്കാനാണ്. നമുക്കൊരു പ്രശ്നവും പ്രതിസന്ധി ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കാള കളിച്ച് സൂഹിച്ചു നടക്കും. നമുക്ക് എന്തെങ്കിലും വേദന വരുമ്പോൾ, ബുദ്ധിമുട്ട് വരും, ആർക്കും എന്നെ സഹായിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരുന്നത് എന്തിനാണ്? ഈശോയിൽ നമ്മൾ ആശ്രയിക്കാനാണ്. ആർക്കും എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയത്തില്ലാത്തെന്ന് തോന്നുന്നു വരുന്നത് എന്താ? ഈശോയിൽ നമ്മൾ ആശ്രയിക്കാൻ വേണ്ടിയാണ്. അതാണ് ഇസ്രായേൽ ജനത്തെ ഈശോ മരുഭൂമിയിലൂടെ നയിച്ചത്. അവിടെ അവർക്ക് വേറൊരു സഹായമില്ല. വെള്ളത്തിന് വേണമെങ്കിൽ വെള്ളം കിട്ടിയില്ല, അവർ ആരോട് കുറ്റം പറയും? മോശയോട് പറയും. അപ്പം ദൈവമാണ് വെള്ളം കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെ പരിപാലിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പള്ളിമണി, കാഹളം നമ്മളെ ഓർപ്പിക്കുന്ന ഇതാണ്. ഈ കാഹളം മുഴക്കുമ്പോൾ ജോഷുവോട് ഈശോ പറയുന്നത് എന്താണ്? ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ ദൈവമാണെന്നപ്പോൾ ഓർക്കും. അതാണ് കാഹളത്തിന്റെ പ്രത്യേകത. പള്ളിമണി ദിവികാരനെ ഉയർത്തുമ്പോഴത്തേന് അകത്ത് ചെറിയ മണി അടിക്കും, വലിയ മണിയെ നമ്മൾ അടിക്കും. അപ്പൊ വലിയ കാഹളം ഊതുന്നതിന്റെ അർത്ഥം ഇതാണ്. ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ കാഹളം മുഴക്കും. ഇസ്രായേൽ ജനം ദേവാലയത്തിൽ എപ്പോഴൊക്കെ ബലിക്കായിട്ട് ബലി നടക്കുന്ന സമയത്ത് കാഹളം മുഴങ്ങും. ദേവാലയത്തിൽ ഇസ്രായേൽ ജനം ഒരുമിച്ചിടുമ്പോൾ കാഹളം മുഴങ്ങും. ഇതുപോലെ തന്നെയാണ് ഈ കാഹളം മുഴക്കുമ്പോഴുള്ള പ്രത്യേകത. ഇസ്രായേൽ ജനത്തിന്റെ ദൈവമാണെന്നുള്ള പ്രഖ്യാപനമാണ് കാഹളം നെയ്യുന്നത്. അതാണ് ദിവികാരനെ ഉയർത്തുമ്പോഴത്തേന് മണി അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അകത്ത് ചെറിയ മണി അടിക്കും, പുറത്ത് ചിലവർ യുദാസ്ലേപ്പള്ളിയിലൊക്കെ വലിയ മണി അടിക്കും. ഈ രണ്ടും ഇസ്രായേൽ ജനത്തിന്റെ ദൈവമാണെന്നുള്ള, അതാണ് ദിവ്യകാരുണ്യം കൊണ്ടുപോകുമ്പോൾ മുന്നിൽ മണി അടിക്കുന്നതിന്റെ ഉദ്ദേശം. നമ്മളവർക്കും മാറിക്കോ ഈശോ വരുന്നതിന്റെ അടയാളമല്ല, ഇത് ഇസ്രായേൽ ജനത്തിന്റെ ദൈവമാണെന്നുള്ള പ്രഖ്യാപനമാണ് കുഞ്ഞു കാഹളം നമ്മളെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ്, ഇസ്രായേൽ ജനത്തിന്റെ ദൈവമായിട്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ ദൈവമായിട്ടിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ എല്ലാത്തിന്റെയും കൺട്രോള്, കുടുംബത്തെ പരിപാലിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന ദൈവമാകാൻ നീ എന്നെ അനുവദിക്കുക. അനുവദിക്കുന്നത് എങ്ങനെയാണ്? അവനെ വിശ്വസിക്കുക, അവനെ ശരണപ്പെടുക. ഈ വഴി ഉപേക്ഷിച്ചിട്ട് നമ്മൾ സൂത്ര വഴികളിലേക്കോ എളുപ്പ വഴികളിലേക്ക് പോകുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവും. അതാണ് പല ക്രിസ്ത്യാനികളും പ്രശ്നം തീർക്കാൻ എളുപ്പവഴി തപ്പി ഇതിലെ ഓടും. അതാണ് അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ദൈവത്തെ, അതാണ് ഈശോ പറഞ്ഞത്, ഒറ്റ ദൈവമുള്ളൂ നമുക്ക്, ഏകദൈവം. അതാണ് വിശ്വാസ പ്രമാണം. നിങ്ങൾ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതാണ്, ഒന്ന്, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിക്കുക. നമ്മുടെ അവസ്ഥകളെ ദൈവത്തോട് ഏറ്റുപറയുക. നമ്മൾ വീഴും, ആ വീണിടത്ത് കിടക്കാതെ നമ്മൾ വീണ്ടും എഴുന്നേൽക്കുക. ഈശോ ഒരു വിശുദ്ധരോട് പറഞ്ഞിങ്ങനെയാണ്, ചില ആത്മാക്കൾ പാപം ചെയ്തു പോകുന്നതല്ല എന്നെ വിഷമിക്കുന്നത്, ആ പാപത്തിൽ വീണ ശേഷം അവർ വീണ്ടും എൻ്റെ അടുത്തേക്ക് വരാൻ കാണിക്കുന്ന മടി, അതാണ് ഈശോ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. കാരണം മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുന്നത് ദൈവത്തെ കാണുന്നത് പോലെ. ഞാൻ ഒരു 3-4 പ്രാവശ്യം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യർ എന്നോട് ക്ഷമിക്കത്തില്ല, അതുപോലെയല്ലേ ഈശോയെ എന്നാണ്. കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ട് മനുഷ്യരുടെ ചിന്തയിലാണ് ഈശോയെ നമ്മൾ കാണുന്നത്. 3-4 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യർ എന്നോട് ക്ഷമിക്കും, അത് കഴിഞ്ഞാൽ ആ ലെവലിലാണ് ഈശോയെ നമ്മൾ കാണുന്നത്. ഇത്രയൊക്കെ പാപം ചെയ്ത് ഈശോ എന്നോട് ക്ഷമിക്കും. ഈശോയ്ക്ക് ഇതുള്ളൂ. തെറ്റ് പറ്റിപ്പോയാലും നമ്മൾ വീണു പോകുന്ന ഈശോയ്ക്ക് അവിടെ നമ്മൾ എഴുന്നേൽക്കുക, കുമ്പസാരിക്കുക, ഈശോയിലേക്ക് വരിക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ പ്രാർത്ഥിച്ച് വളർത്തുവാൻ ഉപകരണമാകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഒന്നാണ്, എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച ഇതുകൂടി ചെയ്യണം. 2,
നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന്, ഈശോ നമ്മളെ രക്ഷിക്കുമെന്ന്, ഈശോ നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. രണ്ടാമത് വേറൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ ആത്മീയ കാര്യങ്ങൾ വളരണമെങ്കിലും, എന്ത് കാര്യത്തിൽ വളരണമെങ്കിലും വളർത്തണമെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യമാണ്, ആഗ്രഹം ഉണ്ടാകണം. പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ ഇന്ന് വ്യക്തികൾക്ക് ദൈവത്തെയും ദൈവീക കാര്യങ്ങളെയും മീച്ചമില്ല. ചിലവര് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ആത്മീയ വളരണം എന്ന് ആഗ്രഹിക്കുന്നവർ വലിയൊരു തീഷ്ണതയോടെ ആഗ്രഹിക്കുന്നു. ചിലവര് ചുമ്മാ ആത്മീയ കാര്യങ്ങൾ വളരണം എന്നൊക്കെ കേൾക്കാനും അങ്ങനെ വില കൊടുക്കുവാൻ തയ്യാറാകുന്നു. അങ്ങനെ വില കൊടുക്കുവാനും ആത്മീയ കാര്യം നമുക്കറിയാം. എല്ലാവർക്കും നോക്കിയേ, ഈ ചില ശുശ്രൂഷയുടെ ഇടയിലുണ്ട്, അവരുടെ കുടുംബത്തിന് വേണ്ടി അല്ല അവരുടെ വ്യക്തിപര ജീവിതത്തിന് എല്ലാവരും ഇറച്ചി മീനും കൂട്ടുമ്പോൾ ഈ പച്ചക്കറി മാത്രം കഴിച്ച് അല്ലെങ്കിൽ ഈ മീനും ഇറച്ചിയൊക്കെ മാറ്റി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് ഈ ലോകത്തിലെ പോലെ എല്ലാവരും ചെയ്യാം. ചിലവര് ഒരാഴ്ചയിൽ ഒരു നേരം ഉപവസിക്കുന്നവരാണ്. അങ്ങനെ ഈശോ നോക്കുമ്പോൾ ആരാ വില കൊടുക്കാൻ തയ്യാറായി? എന്നെ കൂടുതൽ സ്നേഹിച്ചു. അതല്ല ഈശോ പറഞ്ഞത്, ഒരു വ്യക്തിയുടെ പാപം കൂടുതൽ അവനെ ഇളച്ചു കൊടുക്കുമ്പോൾ അവനെ കൂടുതൽ സ്നേഹിക്കുമെന്ന് കണ്ടിട്ടാണ് ഈ വിളച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ ചെയ്യുന്ന കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പുറംതിരിഞ്ഞു പോകും. ഈശോ പറയാം, കൂടുതൽ പാവങ്ങൾ ഇളച്ചു കൊടുത്തുകൊണ്ട് അവനെ കൂടുതൽ സ്നേഹിക്കുമെന്ന് കണ്ടിട്ടാണ് ഈശോ അങ്ങനെ ചെയ്യുന്നത്, അനേകം മക്കളുടെ പാവങ്ങൾ ഇളച്ചു കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഭൗതികമായ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതുവഴി വിട്ട് ഈശോയെ മറന്നുപോകും. അതുകൊണ്ട് ഈശോയെ വളരണമെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിൽക്കണമെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെ പല രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ മാനസികമായ രീതിയിൽ നിങ്ങളെ തളർത്തും. വാക്കുകൾ ഉപയോഗിച്ച് പരിഹസിച്ച് കളിയാക്കി. എന്തിനാണ്? ആ പിശാചിനറിയാം നിങ്ങളാണ് ദൈവത്തോട് ചേർന്നിരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മുറിച്ച് മറ്റുള്ളവർ സംസാരിക്കും. നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്നാ കിട്ടി, നിനക്ക് ജോലി കിട്ടിയോ, ഇങ്ങനെയല്ല, നീ പ്രാർത്ഥിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഈ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം, പ്രാർത്ഥിച്ചില്ല കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ എപ്പോഴും നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ മുറിച്ച് മറ്റുള്ളവർ സംസാരിക്കും. അല്ല നീ പ്രാർത്ഥിക്കുന്നില്ല, നിനക്ക് മക്കളില്ലല്ലോ, പ്രാർത്ഥിക്കുന്നതായിട്ട് നിനക്ക് ഇങ്ങനെ നമ്മളെപ്പോഴും സംസാരിക്കും. എന്തിനാ? നമ്മൾ പ്രാർത്ഥനയെ നിൽക്കാതിരിക്കാൻ, പ്രാർത്ഥനയെ ഉപേക്ഷിക്കാൻ പിശാച് എപ്പോഴും മറ്റുള്ളവരിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ നമ്മളെ തളർത്തുവാൻ എപ്പോഴും അവന്റെ കൂരമ്പുകൾ വരും. അതായത് എഫേസ്യർ 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവൻ കൂരമ്പുകൾ അയക്കും. അതായത് ഒരു വ്യക്തി വിശുദ്ധി നിൽക്കുമ്പം അവനെ പാപത്തിലേക്കല്ല സാത്താൻ പെട്ടെന്ന് കൊണ്ടുവന്നത്, മറ്റുള്ളവരിലൂടെ സംസാരിക്കും. അത് ഇതിലേക്ക് കയറി വന്ന് നമുക്ക് വിശ്വാസത്തിന്റെ പരിചയം ഇല്ലെങ്കിൽ നമുക്ക് തടയാൻ പറ്റത്തില്ല. അപ്പൊ അവന്റെ കൂരമ്പ് നേരെ വന്ന് ഇതിലോട്ട് കയറി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവന്റെ ചിന്തകൾ ഉണ്ടാകാൻ തുടങ്ങും തലയിലോട്ട്. ശരിയാണല്ലോ, ഞാൻ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ എന്റെ കാര്യങ്ങൾ നടക്കും, ഇപ്പോഴും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും, ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ. എന്റെ തലയിൽ ചിന്ത വരും. ചിന്ത വരുമ്പോൾ എന്റെ കാഴ്ചപ്പാട് പതുക്കെ മാറാൻ തുടങ്ങും. ശരിയാണല്ലോ, കുറച്ച് മാറി നിൽക്കാം. അങ്ങനെ അതാണ് അവൻ കൂരമ്പുകൾ അറിയും, മറ്റുള്ളവരുടെ കൂരമ്പുകൾ അറിയും. ചെവിയിലൂടെ വന്ന് നമ്മുടെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ അതിന്റെ ചിന്തകൾ ഇങ്ങനെ ഉയർന്നുയർന്ന് വരാൻ തുടങ്ങും. അപ്പൊ അതിന്റെ മേലെല്ലാം ഇല്ല, ഈശോ നടന്ന് ഈശോ എന്നെ നയിക്കും, അതിനെതിരെ നമ്മളിങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞാണ് നമ്മൾ വളരുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.